കർത്താവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വന്നുയർന്ന നിങ്ങൾക്കെല്ലാവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം. നമുക്കൊരുമിച്ച് ഈ രാത്രിയിൽ നമ്മുടെ വീക്കെൻഡ് പ്രെയറായിട്ട് കൂടി വരുവാൻ കർത്താവ് സഹായിച്ചല്ലോ. കടന്നു വന്ന നിങ്ങൾക്കെല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശേഷിച്ച് നമ്മുടെ മധ്യത്തിൽ കർത്താവിൻ്റെ ഭൃത്യൻ പാസ്റ്റർ എബ്രഹാം ഡാനിയേൽ, പ്രിയ ആൻറ്റി, പ്രിയ നമ്മുടെ ലെയ ജെറിൻ, അവരുടെ പേരൻസാണ് നമ്മോടൊപ്പം ഈ രാത്രിയിൽ ഉണ്ട്. ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് ഞാനിപ്പോൾ ആവശ്യപ്പെട്ടു എങ്കിലും നമ്മോടൊപ്പം കർത്താവിൻ്റെ ഭൃത്യൻ ഉണ്ടായിരിക്കും. വരുന്ന ദിവസങ്ങളിൽ തന്നിൽ നിന്ന് കേൾക്കുവാനുള്ള അവസരം നമുക്കുണ്ടാകും. ഈ രാത്രി സമയം തുടർന്ന് ദൈവവചനത്തിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ 2 weeks ബാക്ക്, 2 ആഴ്ചകൾക്ക് മുൻപേ നമ്മൾ പറഞ്ഞ ഒരു വേദഭാഗം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. പുതിയ നിയമത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് കർത്താവിൻ്റെ മടങ്ങിവരവ്. വേദപുസ്തകത്തിൽ കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള, വിശേഷിച്ച് പുതിയ നിയമത്തിൽ അനവധി വേദഭാഗങ്ങളുണ്ട്. നമ്മൾ ഫോക്കസ് ചെയ്യുവാൻ പോകുന്നത് ദൈവവചനത്തിൽ, വിശേഷിച്ച് പുതിയ നിയമത്തിൽ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ചില പ്രധാനപ്പെട്ട വൊക്കാബുലറീസ്. There are at least 3 distinct vocabularies used denoting the second coming of the Lord. കർത്താവിൻ്റെ സെക്കൻഡ് കമ്മിങ് എന്നുള്ള നമ്മുടെ ആ പദപ്രയോഗം തന്നെ, രണ്ടാം വരവ് എന്നൊരു പദപ്രയോഗം പുതിയ നിയമത്തിലില്ല. എബ്രായലേഖനം 9:28 പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകുമെന്നേ ഉള്ളൂ. അപ്പോൾ രണ്ടാം വരവ് എന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ആ പദം കർത്താവിൻ്റെ മടങ്ങി വരവിനെക്കുറിച്ച് പറയുന്നത്. അതുപോലെ അപ്പോസ്തല പ്രവൃത്തി 1:11 ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു, ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ആ വിഷയം ചിന്തിച്ച് നിർത്തിയത്, when the Lord Jesus Christ was speaking to his disciples, he knew that none of his disciples will be there to witness the glorious appearing of our Lord. He knew it well. നമ്മുടെ കർത്താവ് ശിഷ്യന്മാരോട് ആ കാര്യം പറയുമ്പോൾ തീർച്ചയായിട്ടും കർത്താവിന് അറിയാമായിരുന്നു. അത് കേൾക്കുന്ന അവിടുത്തെ ശിഷ്യന്മാരൊന്നും തന്നെ ആ സംഭവത്തിന് ജീവനോടെ ഇരുന്ന് സാക്ഷ്യം വഹിക്കുകയില്ല എന്ന് തനിക്കറിയാമായിരുന്നു. എന്നാൽ എന്തുകൊണ്ടാണ്, why did Jesus say, although he knew well that his disciples, none of them would be there, why did he give the promise of his appearing a second time? രണ്ടാമത് കർത്താവ് പ്രത്യക്ഷനാകുമെന്നുള്ള ആ വാഗ്ദത്തം എന്തുകൊണ്ടാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തത്? നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾ ഓർക്കുമെങ്കിൽ നമ്മൾ ചിന്തിച്ച് നിർത്തിയ ഒരു കാര്യം, കർത്താവിൻ്റെ മടങ്ങി വരവ് എന്നുള്ളത് നമ്മുടെ രക്ഷണ്യ, അല്ലെങ്കിൽ നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ, കർത്താവ് കാൽവറിയിൽ ആരംഭിച്ച ആ വീണ്ടെടുപ്പിൻ്റെ പ്രവൃത്തിയുടെ ഫൈനൽ സ്റ്റെപ്പാണ് കർത്താവിൻ്റെ മടങ്ങിവരവ്. ഫൈനൽ സ്റ്റെപ്പ്. അതുമാത്രമല്ല, മറ്റൊരു കാര്യം കൂടെ ആ ശിഷ്യന്മാരോട് അത് പറയുന്നതിന് കാരണമായിട്ട് നമുക്ക് ഗ്രഹിപ്പാൻ കഴിയും. അത് മറ്റൊന്നുമല്ല, അവർ ആ ദിവസങ്ങളിൽ തന്നെ വിറ്റ്നസ് ചെയ്യുവാൻ പോകുന്ന ഒരു കാര്യമുണ്ട്.
ശിഷ്യന്മാർ, കർത്താവ് അത് മുൻകൂട്ടി പറഞ്ഞു. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇടയനെ വെട്ടും, ആടുകൾ ചിതറിപ്പോകും. നിങ്ങളെല്ലാവരും, യു ഓൾ വിൽ ലീവ് മീ, യു വിൽ ലീവ് മീ ആൻഡ് ഗോ, ബട്ട് ഐ എം നോട്ട് എലോൺ. അതാ കർത്താവ് പറഞ്ഞത്. നിങ്ങളെല്ലാവരും എന്നെ വിട്ടേച്ച് പോകും, പക്ഷേ ഞാൻ ഏകനല്ല താനും. അതിനൊരു കാരണമുണ്ട്. കർത്താവ് അനുഭവിക്കുവാൻ പോകുന്ന ആ ഹ്യൂമിലിയേഷൻ, ആ ഏറ്റവും വലിയ ഹ്യൂമിലിയേറ്റിംഗ് ഡെത്ത്, നിന്ദ്യമാകുന്ന, അക്കാലത്ത് ഏറ്റവും നിന്ദ്യമായി കരുതിയിരുന്ന ആ മരണമാണ് നമ്മുടെ കർത്താവ് അനുഭവിപ്പാൻ പോകുന്നത്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ആ മടങ്ങിവരവിനെക്കുറിച്ച് പറയുമ്പോൾ കർത്താവിൻ്റെ ഉദ്ദേശം നിശ്ചയമായിട്ടും അവരോട് പറയാൻ കർത്താവ് ആഗ്രഹിച്ചത് ഇതാണ്: മൈ ഡിസൈപ്പിൾസ്, although you will see me humiliated on the cross, that is not the end of the story. That is not the end of the story. But although you will witness me dying such a violent death on the cross, there will come a day that the Son of God will be coming back with all his glory. കർത്താവ് പറഞ്ഞത് മറ്റൊന്നുമല്ല, ആ ക്രൂശിൽ യേശു കർത്താവ് ഏറ്റവും നിന്ദ്യവും നീചവുമാകുന്ന മരണത്തിന് വിധേയപ്പെട്ടു എങ്കിലും അതല്ല അവസാനത്തെ വാക്ക്. കർത്താവ് അവിടുത്തെ തേജസ്സിൽ മടങ്ങി വരും. അത് തന്നെയാണ് അപ്പോസ്തലനാകുന്ന യോഹന്നാൻ വെളിപ്പാട് പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ പറയുന്നത്: എവ്രി ഐ ഷാൽ സീ ഹിം. എല്ലാ കണ്ണും അവനെ കാണും. അല്ലേ? ആ വാക്യം ഒന്ന് വായിക്കാമോ? വെളിപ്പാട് 1 അതിൻ്റെ 7:17. കുത്തിത്തുളച്ചു വരും. നോക്കുക, നമ്മൾ മനസ്സിലാക്കണം, അന്ന് ജീവനോടെ ഇരുന്നവരെല്ലാം അവിടെ ഉണ്ടാകുമെന്നല്ല കർത്താവ് പറഞ്ഞത്. കർത്താവ് പറഞ്ഞതിൻ്റെ ആശയം ഇത്രയേ ഉള്ളൂ: ക്രൂശല്ല അവസാനം, പിന്നെയോ കർത്താവിൻ്റെ മടങ്ങി വരവ് സംഭവിക്കും. അതുകൊണ്ടാണ് പാപം കൂടാതെ രണ്ടാമത് കർത്താവ് പ്രത്യക്ഷനാകും. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ചിന്തിച്ചു. പഴയ നിയമകാലത്ത് ഉള്ള ആ സവിശേഷമാകുന്ന അവരുടെ ആ മഹാപാപ പരിഹാര ദിവസം, വർഷത്തിലൊരിക്കൽ മഹാപുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു പോകും. ആ പുരുഷന്മാരുടെ പ്രാകാരവും ആലയത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൻ്റെ പുറത്ത് പുരോഹിതന്മാരുടെ പ്രാകാരമുണ്ട്, അതിൻ്റെ പുറത്ത് പുരുഷന്മാരുടെ പ്രാകാരമുണ്ട്, അതിൻ്റെ പുറത്ത് സ്ത്രീകളുടെ പ്രാകാരമുണ്ട്. എന്ന് പറഞ്ഞാൽ ആ സാധാരണ ജനങ്ങളെല്ലാം അവിടെ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ അവർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്: ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ആയോ? പാപങ്ങൾക്ക് പരിഹാരം ആയി എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ മഹാപുരോഹിതൻ മടങ്ങി വന്ന് അവരെ അനുഗ്രഹിക്കുമ്പോഴാണ്. അതുവരെ അവർ ആകാംക്ഷയോടെയാണ് നിൽക്കുന്നത്. ആ ഒരു ചിത്രമാണ് എബ്രായ ലേഖനത്തിൽ നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഇത് നമ്മൾ പറഞ്ഞതാണ്. ആ ചിത്രമാണ് റൈറ്റർ ഓഫ് ഹീബ്രൂസ് എടുത്തിട്ട് ആ ഒരു ചിത്രമാണ് പറയുന്നത്. എന്നാൽ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി എന്ന് പറഞ്ഞാൽ, the waiting people, as far as this high priest is concerned, those waiting people, those who are eagerly waiting for him, will never be disappointed. It is
എ സ്റ്റോറി ഓൾ ടുഗെദർ ഡിഫറെൻറ്റ്. ഇത് പഴയ നിയമത്തിലെ കാര്യം പോലെ അല്ല. അവിടെ വരുമോ വരാതിരിക്കുമോ എന്നുള്ള ചിന്തയിൽ അവരാകാംക്ഷയോടെ കാത്തു നിൽക്കുമ്പോൾ, ഇവിടെ അങ്ങനെയല്ല. ഈ മഹാപുരോഹിതന് തനിക്ക് വേണ്ടി യാഗം അർപ്പിപ്പാൻ ആവശ്യമില്ലാത്തവനാകൊണ്ട് തന്നെത്താൻ വൺസ് ഫോർ ഓൾ ഒരിക്കലായിട്ടൊരു പെർഫെക്റ്റ് സാക്രിഫൈസ് അവിടുന്ന് ചെയ്തു. വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇനിയും ഇപ്പോൾ അവിടെ നമുക്ക് വേണ്ടി നമ്മെ പൂർണ്ണമായി രക്ഷിപ്പാൻ കർത്താവ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അവൻ എന്നേക്കും ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി ടു സേവ് അസ് ടു ദ അട്ടമോസ്റ്റ്. അതാ 7-ാമത്തെ അധ്യായം എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. നമ്മളെ പൂർണ്ണമായി രക്ഷിപ്പാൻ കർത്താവ് അവിടുന്ന് കഴിവുള്ളവന്. എന്നാൽ ഹി വിൽ കം ബാക്ക്. സോ നമ്മുടെ വീണ്ടെടുപ്പ്, നമ്മുടെ രക്ഷയുമായി കണക്റ്റഡാണ് കർത്താവിൻ്റെ വരവ്. നോക്കണം. അപ്പോൾ ക്രോസ് എത്രത്തോളം പ്രാധാന്യമുള്ളതാണോ ക്രിസ്തീയ ജീവിതത്തിൽ, അതുപോലെ പ്രാധാന്യമുള്ളതാണ് കർത്താവിൻ്റെ വരവ്. അതുകൊണ്ടാണ് പല സന്ദർഭങ്ങളിലും there are enough views in the Christendom that we sometimes ഒരുപാട് വ്യൂസ് ഉള്ളത് കൊണ്ട് നമ്മൾ ആ വ്യൂസിലോട്ട് ഫോക്കസ് ചെയ്യുക. ഇന്ന് പല സന്ദർഭങ്ങളിലും ഇന്ന് വാദവും തർക്കവും എപ്പോഴാണ് വരുന്നതെന്നുള്ളതാണ് വിഷയം. എന്നാൽ കർത്താവിൻ്റെ വചനം അതല്ല പറഞ്ഞേക്കുന്നത്. പോൾ പറയുന്നത് those who love his appearing, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെക്കുന്നവർ എന്നാണ് പറഞ്ഞേക്കുന്നത്. we must love his appearing. നമ്മുടെ കർത്താവിൻ്റെ പ്രത്യക്ഷതയെ നമ്മൾ എന്ത് ചെയ്യണം? സ്നേഹിക്കണം, പ്രിയം വെക്കണം. അതാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച ആ വേദഭാഗങ്ങളിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഈ കർത്താവിൻ്റെ വചനത്തിൽ, വിശേഷിച്ച് പുതിയ നിയമത്തിൽ, കർത്താവിൻ്റെ ആ രണ്ടാമതുള്ള പ്രത്യക്ഷതയെക്കുറിച്ച് പറയുവാനായിട്ട് പ്രധാനമായിട്ട് 3 പദങ്ങളാണ് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. There are at least 3 terms that are used in the New Testament regarding the second coming of our Lord. ഒന്നാമത്തെ വാക്ക് മലയാളം വേദപുസ്തകത്തിൽ അത്ര കൃത്യമല്ല, എന്നാൽ ഇംഗ്ലീഷിൽ ഏറെക്കുറെ കൃത്യതയുണ്ട്. മറ്റ് ഭാഷാന്തരങ്ങളുടേത് എനിക്ക് അറിയില്ല. ഹിന്ദി ബൈബിളിൽ എങ്ങനെയാണെന്ന് ഞാനത് പരിശോധിപ്പാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഐ എം നോട്ട് ഷുവർ. എനിക്ക് തോന്നുന്നു തമിഴ് ബൈബിളിൽ കുറച്ചുകൂടെ ആ പദങ്ങളുടെ വ്യത്യാസം അവർ കൃത്യമായിട്ട് തർജ്ജിമ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. അതിനെക്കുറിച്ച് അത്ര അറിയില്ല. എനിവേ, നമ്മളിന്ന് ഈ 3 വാക്കുകൾ ദൈവവചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒന്ന് വളരെ പെട്ടെന്ന് പറഞ്ഞു പോകുവാനാണ് താല്പര്യപ്പെടുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടു. ഒന്ന്, നമ്പർ 1, the word of God speaks of his coming. കർത്താവിൻ്റെ വരവ് അല്ലെങ്കിൽ കർത്താവിൻ്റെ ആഗമനം, സന്ദർശനം എന്നൊക്കെയാണ് ആ പദത്തിൻ്റെ അർത്ഥം. ഒറിജിനൽ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം പറൂസിയ എന്ന വാക്കാണ്. പറൂസിയ, ഹിസ് കമ്മിങ്. ആ പറൂസിയ എന്ന വാക്കിന് പ്രസൻസ് എന്നുള്ള അർത്ഥമുണ്ട്, അറൈവൽ എന്ന അർത്ഥമുണ്ട്, വിസിറ്റേഷൻ എന്നുള്ള അർത്ഥമുണ്ട്. ഇംഗ്ലീഷ് ബൈബിളിൽ ഈ പദം പ്രധാനമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഹിസ് കമ്മിങ്, കർത്താവിൻ്റെ ആഗമനം എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ മലയാളം വേദപുസ്തകത്തിൽ നമ്മുടെ പഴയ ട്രാൻസ്ലേഷനിൽ ഉപയോഗിച്ചിരിക്കുന്നത് പ്രത്യക്ഷത എന്ന പദമാണ്. പ്രത്യക്ഷത.
ആ ഒരു പദമാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ഏറ്റവും പ്രാധാന്യതയോടെ ഈ പദം ഉപയോഗിച്ചിരിക്കുന്നത് നമുക്കറിയാം. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം അതിൻ്റെ 15 മുതൽ 17 വരെയുള്ള വേദഭാഗങ്ങളിലാണ്. 1 തെസ്സലോനിക്കർ, 1 Thessalonians chapter 4 verses 15 to 17. ആ വേദഭാഗം ഇങ്ങനെയാണ്: We that are alive, that are left unto the parousia of the Lord, unto the coming of the Lord. മലയാളത്തിലൊന്ന് വായിക്കാം. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ. പ്രത്യക്ഷത എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷിൽ can somebody read? Until the coming of the Lord. നോക്കിയേ, we who are left until the coming of the Lord. മതിയാവും. കർത്താവിൻ്റെ വരവു വരെയും ജീവനോടെ ഇരിക്കുന്ന നാം മരിച്ചവർക്ക് മുമ്പാകെയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അവിടെ അത് കമ്മിങ് എന്ന് ഉപയോഗിക്കാനുള്ള കാരണം, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ഈ പറൂസിയ എന്ന ഗ്രീക്ക് പദമാണ്. അത് എനിക്കറിയാം. എനിക്ക് ഗ്രീക്കൊന്നും അറിയത്തില്ല കേട്ടോ. എൻ്റെ വായനയിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ഗ്രീക്ക് അറിയാമെന്നൊന്നും ആരും ചിന്തിക്കില്ല. നോ, ഞാൻ വെറും ബർബരനാ. ഓക്കെ, എനിവേ, പക്ഷെങ്കിൽ അതിൻ്റെ വ്യത്യസ്തത മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ചൂണ്ടിക്കാണിച്ചെന്നേ ഉള്ളൂ. കർത്താവിൻ്റെ വരവ് വരെ അവിടെ പ്രധാനമായിട്ട് 4 കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞ ആഴ്ചയിൽ. 1, റിട്ടേൺ. 2, അടുത്തതെന്താ? റിസറക്ഷൻ. 3, റാപ്ചർ. 4, റീയൂണിയൻ. ഇല്ലേ? കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും കമ്മിങ്. പിന്നെ ക്രിസ്തുവിൽ മരിച്ചവര്, അപ്പോൾ റിട്ടേൺ, റിസറക്ഷൻ. അടുത്തത് ജീവനോടെ ശേഷിക്കുന്ന നാം അവനോടുകൂടെ ഒന്നിച്ച് എടുക്കപ്പെടും. റാപ്ചർ, റിട്ടേൺ, റിസറക്ഷൻ, റാപ്ചർ. ആൻഡ് ഫൈനലി ഒരു കാര്യം കൂടെ, ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. റീയൂണിയൻ. എന്താ റീയൂണിയൻ? നമുക്ക് മുമ്പേ കടന്നുപോയവർ, കർത്താവിൽ മരിച്ച വിശുദ്ധന്മാർ, ജീവനോടെ നമ്മൾ ശേഷിക്കുന്നെങ്കിൽ നാം, പിന്നെ നമ്മുടെ കർത്താവ്. റീയൂണിയൻ. സോ ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. റിട്ടേൺ, റിസറക്ഷൻ, റാപ്ചർ, റീയൂണിയൻ. അപ്പോൾ കർത്താവിൻ്റെ വരവിങ്കൽ സംഭവിക്കുന്ന ആ കാര്യം നമുക്കറിയാം. ഗംഭീര നാദം, പിന്നെ പ്രധാന ദൂതൻ്റെ ശബ്ദം, വോയിസ് ഓഫ് ദ ആർക്കേഞ്ചൽ, പിന്നെ ദൈവത്തിൻ്റെ കാഹളം. അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. ഇതെല്ലാം ആ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ് പറയുന്നത്. ആ കാഹളനാദം എപ്പോഴാണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ. പിന്നെ ആ ഒരു കാര്യത്തിൽ ഇതേ വാക്ക് മറ്റൊരു വേദഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്കൊന്ന് കാണാം. ഇത് ഞാൻ വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ചില കാര്യങ്ങളുണ്ട്. അത് അങ്ങനെയാണ്. അത് തൽക്കാലം ഒന്ന് മാറ്റിവെക്കുക. വി ആർ സിംപ്ലി പ്ലെയിൻലി റീഡിങ് സം വേഴ്സസ്. ഓക്കെ, 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം
അത് ഇംഗ്ലീഷിലും ഒന്ന് വായിക്കണം, മലയാളത്തിലും വായിക്കണം. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 8-ാം വാക്യം. സെക്കൻഡ് തെസ്സലോനിയൻസ് 2. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും, അവനെ കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. ശ്രദ്ധിക്കണം, ഇംഗ്ലീഷിലെ ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ ഓക്കെ. And then the lawless one will be revealed, yes, whom the Lord will consume with the breath of his mouth and destroy with the brightness of his coming. Yeah, brightness of his coming. പക്ഷെങ്കിൽ ഒന്നുകൂടെ കൃത്യം മലയാളം വേദപുസ്തകത്തിൽ തൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ. എന്നാൽ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ആ ഇംഗ്ലീഷ് വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. And the lawless one will be revealed, whom the Lord Jesus will kill with the breath of his mouth and bring to nothing by the appearance of his coming. By the appearance of his parousia. മലയാളത്തിൽ പ്രത്യക്ഷത എന്ന് പറഞ്ഞിരിക്കുന്ന വാക്ക് കമ്മിങ്, അവിടുത്തെ വരവിൻ്റെ പ്രഭാവത്താൽ നശിപ്പിക്കും. ഓക്കെ, അപ്പോൾ ഈ വാക്യങ്ങളെല്ലാം തന്നെ ഞാൻ നിങ്ങളെ വേദഭാഗങ്ങൾ മാത്രം ചൂണ്ടിക്കാണിക്കുന്നത്. ഇറ്റ് പോയിൻറ്റ്സ് ടു സംതിങ്. വാട്ട് ഈസ് ദാറ്റ്? ഇഫ് യു ആസ്ക് മീ എപ്പോഴാണ് വരുന്നേ, ഐ ഡോണ്ട് നോ. ബട്ട് ഇഫ് യു ആസ്ക് മീ വിൽ ഹി കം, യെസ് ഹീ വിൽ കം. എനിക്കതേ പറയാനുള്ളൂ. യേശു കർത്താവ് ക്രൂശിൽ മരിച്ചത് സത്യമാണോ? സത്യമാണ്. അത് ഈ വേദപുസ്തകം മാത്രമല്ല തെളിയിക്കുന്നത്. ഏറ്റവും വേദപുസ്തകത്തെ വളരെ ക്രിട്ടിക്കലായിട്ട് അതിനെ വിമർശിക്കുന്ന ഒരു പ്രിയപ്പെട്ടവനുണ്ട്, ബാർട്ടർമൻ എന്ന അദ്ദേഹത്തിൻ്റെ പേര്. ആ മനുഷ്യൻ പറയുന്ന വാക്കുകൾ, യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം ഒരു ബോധമുള്ള ചരിത്രകാരനും നിഷേധിക്കാൻ കഴിയുന്ന വസ്തുതയല്ല. അദ്ദേഹം ഒരു ക്രിട്ടിക്കൽ സ്കോളറാണ്. പക്ഷേ ആ മനുഷ്യൻ കൺസീഡ് ചെയ്യുന്ന, അദ്ദേഹം സമ്മതിക്കുന്ന ഒരു കാര്യം, അത് യേശു കർത്താവിൻ്റെ ക്രൂശ് മരണം അതിനെ നിഷേധിക്കാൻ സത്യസന്ധതയുള്ള ഒരു ചരിത്രകാരനും കഴിയത്തില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം ദർ ആർ ഇനഫ് എവിഡൻസ് ഇൻ ഹിസ്റ്ററി. ഓക്കെ, നമുക്കത് വിഷയമല്ല. അതൊക്കെ ഉണ്ടെന്നറിയുന്നത് നമ്മുടെ വിശ്വാസത്തെ ഒന്ന് ഉറപ്പിക്കാൻ സഹായിക്കുന്നേ ഉള്ളൂ. ഇനി അതില്ലേലും നമുക്ക് കുഴപ്പമില്ല. നമ്മുടെ ഏറ്റവും റിലയബിളായിട്ടുള്ള, ദ മോസ്റ്റ് റിലയബിൾ റിട്ടൺ റെക്കോർഡ് അല്ലേ, ഏറ്റവും നമുക്ക് ഉറപ്പാക്കാൻ കഴിയുന്ന എഴുതപ്പെട്ട ഈ പ്രമാണം, യേശു കർത്താവിൻ്റെ ക്രൂശും അവിടുത്തെ മരണവും അവിടുത്തെ പുനരുത്ഥാനത്തെയും സാക്ഷീകരിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് അത് മതി. പക്ഷെങ്കിൽ ലോകത്തോട് സത്യമായിട്ടും ഉറപ്പായിട്ടും നമുക്ക് വിളിച്ചു പറയാം, ലോകത്തിൻ്റെ തെളിവിൽ നിന്ന് യേശു കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റെങ്കിൽ കർത്താവ് പറഞ്ഞ പോലെ തന്നെ അവിടുന്ന് മടങ്ങി വരും. ഓക്കെ, 1 തെസ്സലോനിക്കർ 3:13. Again, 1 Thessalonians 3:13. By the way, തെസ്സലോനിക്ക ലേഖനം നമ്മൾ വായിച്ചു നോക്കിയാൽ തെസ്സലോനിക്ക ലേഖനത്തിൻ്റെ എല്ലാ അധ്യായങ്ങളും അവസാനിക്കുന്നത് യേശു കർത്താവിൻ്റെ മടങ്ങി വരവ്. 1 തെസ്സലോനിക്ക ലേഖനത്തിൻ്റെ എല്ലാ അധ്യായങ്ങളും അവസാനിക്കുന്നത് കർത്താവിൻ്റെ മടങ്ങി വരവിനെ സൂചിപ്പിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് എല്ലാ അധ്യായങ്ങളും. 2 തെസ്സലോനിക്കരുടെ പ്രത്യേകത, അതിൻ്റെ എല്ലാ അധ്യായങ്ങളും തുടക്കം മുതൽ ഒടുക്കം വരെ കർത്താവിൻ്റെ മടങ്ങി വരവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമായിട്ട് ദൈവവചനത്തിൽ നമ്മൾ കാണുന്നു. ഒന്ന് വായിച്ചോളൂ, വായിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തൻ്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ മുമ്പാകെ
വിശുദ്ധീകരണത്തിൽ അനിന്യരായി വെളിപ്പെടും വണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. നോക്കുക, കർത്താവിൻ്റെ കമ്മിങ് എന്ന് തന്നെയാണ് ഉപയോഗിച്ചേക്കുന്നത്, അല്ലേ? സോ ദാറ്റ് ഹി മേ എസ്റ്റാബ്ലിഷ് യുവർ ഹാർട്ട്സ് ബ്ലെയിംലെസ് ഇൻ ഹോളിനെസ് ബിഫോർ അവർ ഗോഡ് ആൻഡ് ഫാദർ അറ്റ് ദ കമ്മിങ് ഓഫ് അവർ ലോർഡ് ജീസസ് വിത്ത് ഓൾ ഹിസ് സെയിൻസ്. അണ്ടിൽ ദെൻ, പോളിൻ്റെ ഒരു പ്രാർത്ഥനയാണ്, നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുമാറാകട്ടെ. ഓക്കെ, നമ്മൾ ഈ വേദഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ കർത്താവിൻ്റെ മടങ്ങി വരവെന്ന് പറയുന്നത് ഇറ്റ് ഈസ് സച്ച് എ ഗ്ലോറിയസ് ഇവൻറ്റ്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 24:27 മത്തായി 24:27 കർത്താവ് ഇങ്ങനെ പറയുന്നു, മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രൻ്റെ വരവാകും. ഓക്കെ, അപ്പോൾ ഈ വേദഭാഗങ്ങളെല്ലാം തന്നെ കർത്താവിൻ്റെ മടങ്ങി വരവിനെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ കർത്താവിൻ്റെ കമ്മിങ്, പറൂസിയ എന്ന വാക്കാണ് ഇവിടെ എല്ലാം ഉപയോഗിക്കുന്നത്. യാക്കോബിൻ്റെ ലേഖനത്തിൽ അതിൻ്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ, 7 5 അധ്യായം, യാക്കോബിൻ്റെ ലേഖനം 5 അധ്യായം 7 8 വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നു. എന്നാൽ സഹോദരന്മാരെ, കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ, അണ്ടിൽ ദ കമ്മിങ് ഓഫ് ദ ലോർഡ്, അതാ ഞാൻ പറഞ്ഞു, മലയാളം വേദപുസ്തകത്തിൽ എല്ലാം പ്രത്യക്ഷത എന്നാണ് പറഞ്ഞേക്കുന്നത്. ആ വ്യത്യസ്തത കീപ്പ് ചെയ്തിട്ടില്ല. ബി പേഷ്യൻറ്റ് ദെർഫോർ ബ്രദേഴ്സ് അണ്ടിൽ ദ കമ്മിങ് ഓഫ് ദ ലോർഡ്. സീ ഹൗ എ ഫാർമർ വെയിറ്റ്സ് ഫോർ ദ പ്രഷ്യസ് ഫ്രൂട്ട് ഓഫ് ദി എർത്ത്, ബീങ് പേഷ്യൻറ്റ് അബൌട്ട് ഇറ്റ് അണ്ടിൽ ഇറ്റ് റിസീവ്സ്. നോക്കുക, ദീർഘക്ഷമ, കർത്താവിൻ്റെ വരവോളം ദീർഘക്ഷമയോടെ ഇരിപ്പിൻ. ആ ദീർഘക്ഷമയുടെ ഇലിസ്ട്രേഷനായിട്ട് 3 ഇലിസ്ട്രേഷൻ യാക്കോബ് പറയുന്നുണ്ട്. ഒന്ന്, യോബിൻ്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ദീർഘക്ഷമയ്ക്ക്, സഹിഷ്ണുതയ്ക്ക് ഇലിസ്ട്രേഷനായിട്ട് യോബിനെക്കുറിച്ച് പറയുക. അത് ഭയങ്കര സഹിഷ്ണുതയാണ്. കാരണം ഹി നെവർ ന്യൂ വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ. ഒന്നും അറിഞ്ഞില്ല. ഇന്ന് നമ്മൾ പാട്ടൊക്കെ ഉണ്ടാക്കും, യോബിന് ഇരട്ടി തിരിച്ചു കൊടുത്തെന്നൊക്കെ. ഇന്നത്തെ ആ ഹൈൻസൈറ്റിലല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. അന്ന് അങ്ങോട്ട് കയറി ചെന്നൊന്ന് ചിന്തിക്കണം, അയ്യോ എന്തുവായിരുന്നല്ലേ. എന്നാൽ വേദപുസ്തകം വെളിപ്പെടുത്തുന്നത് എന്താ? യോബിൻ്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നിട്ട് പറയുക, കർത്താവ് വരുത്തിയ അവസാനം നിങ്ങൾ കണ്ടുമിരിക്കുന്നു. അപ്പോൾ ആദ്യം പറയുന്നത് സഹിഷ്ണുതയാണ്. എന്താണ് തനിക്ക് സംഭവിക്കുന്നതെന്ന് ഒന്നും അറിയാതിരിക്കുന്ന സമയത്ത് സഹിഷ്ണുതയോടെ ഇരുന്നു. യാക്കോബ് പറയുന്നത് എന്താണെന്നറിയാമോ? അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ബി പേഷ്യൻറ്റ്. എന്നിട്ട് മോളി പറയുന്നത് എന്നാണെന്നറിയാമോ? ന്യായാധിപതി അടുക്കൽ, വായിക്കാമോ ഒന്ന്? ന്യായാധിപതി വായിച്ചേ, അടുക്ക വാതിക്ക നിൽക്കുന്നു. അതുകൊണ്ട് ഒരുവനോടൊരുവൻ ഇറങ്ങിപ്പോകരുത്. Look at that. The most important doctrine of the second coming is closely tied to our behavior. അതുകൊണ്ട് കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് നമ്മൾ എപ്പോഴും പറയണം, എപ്പോഴും ചിന്തിക്കണം. ഒരുവനോടൊരുവൻ എന്ത് ചെയ്യരുത്? കമോൺ, ഞരങ്ങിപ്പോകരുത്. ഞരങ്ങുമ്പം ആരും കേട്ടെന്ന് വരികയില്ല. പക്ഷെ ആർക്കറിയാമെന്നറിയാം? ഹൂ നോസ് ദാറ്റ്? ആ വാക്യത്തിൽ തന്നെ ഉണ്ടല്ലോ. എന്തോ അവിടെ ന്യായാധിപതി വായിക്കുന്നത്, ഒന്ന് വായിച്ചോ. അപ്പൊ ന്യായാധിപതി വാതിക്കൽ നിൽക്കുന്നു. ഹീസ് അറ്റ് ദ ഡോർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ക്രോസ് കഴിഞ്ഞാൽ രക്ഷണ്യ വേലയിൽ ഇനിയും വേറെ ഒന്നും ശേഷിക്കുന്നില്ല. കർത്താവിൻ്റെ മടങ്ങി വരവ് മാത്രം. നത്തിങ്
വേറൊന്നുമില്ല. വേറൊന്നിൻ്റെയും ഫുൾഫിൽമെൻറ്റിന് വേണ്ടി വേറെ അങ്ങോട്ട് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്രോസ് കഴിഞ്ഞാൽ അടുത്തത് കർത്താവിൻ്റെ വരവാണ്. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, ദീർഘക്ഷമയ്ക്ക് ഇലുസ്ട്രേഷനായിട്ട് ഒന്ന് യോബിൻ്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അടുത്തത് ഒരു കൃഷിക്കാരൻ്റെ സഹിഷ്ണുത. അന്നത്തെ സാഹചര്യത്തിലോട്ട് കയറി ചെല്ലണം. അന്ന് മഴ കിട്ടുന്നത് നോക്കിയിരിക്കുകയാണ്. ഇറിഗേഷനൊന്നും ഇതുപോലെയില്ല. ചില കാര്യങ്ങളൊക്കെ എസക്കിയ രാജാവിനെ പോലെയൊക്കെ ഉള്ളവർ കൃഷിക്കായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ കാലത്ത്. എന്നാൽ ഇന്നത്തേതുപോലില്ല. അപ്പോൾ ഒരു കൃഷിക്കാരൻ വിത്ത് കളമൊരുക്കി വിത്ത് വിതച്ച് കാത്തിരിക്കുകയാണ്. മഴ വീണു, വളർന്നു വരുന്നു. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? സഹിഷ്ണുതയോടെ. ഒരു ഫാർമർ എങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഓഫ് എ സഡൻ കാര്യങ്ങൾ സംഭവിക്കുകയില്ല, പക്ഷെങ്കിൽ സംഭവിച്ചിരിക്കും. കാരണം വിത്ത് വിതച്ചു, വിത്ത് വളർന്നു വരും, അതിന് ഫലം കിട്ടും, സംഭവിച്ചിരിക്കും. അതാ ആ ഉറപ്പ്. പിന്നെ കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ നിങ്ങൾ എന്ത് ചെയ്യണം? അല്ലേ? കർത്താവിൻ്റെ നാമത്തിൽ വായിച്ചോളൂ. ശ്രദ്ധിച്ചേ, കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ച്. അപ്പം 3 ഇല്ലസ്ട്രേഷനാണ് യാക്കോബ് പറയുന്നത്. 1 യോബിൻ്റെ സഹിഷ്ണുത, 2 ഫാർമർ, 3 കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ. നിങ്ങൾ പ്രിയപ്പെട്ടവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ട്രൂ പ്രോഫറ്റിക് ഗിഫ്റ്റ് nowhere, any time in the history was accepted and they were never accepted. അത് നമ്മൾ മനസ്സിലാക്കണം. കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരൊന്നും നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു നടയ്ക്ക് പോയിട്ടില്ല. വായിച്ചു നോക്ക്. ടേക്ക് ഫോർ എക്സാമ്പിൾ എനി പ്രോഫറ്റ്. പഴയ നിയമത്തെക്കുറിച്ചാണ് യാക്കോബ് പറയുന്നത്. സോ ഓക്കെ, അവരുടെ സഹിഷ്ണുത നിങ്ങൾ നോക്കണമെന്ന് അത് മനസ്സിലാക്കണേ. യെരമ്യാവിനെ കുറിച്ചും ഒക്കെ ഒന്ന് വായിച്ചാൽ മതി. എന്താ സഹിഷ്ണുതയെന്ന് നമുക്കിന്ന് ഞാൻ പറയുന്നില്ല, പോട്ടെ. മനസ്സിലായി? ഓക്കെ. അടുത്ത പദം, 2ാമത്തെ പദം, കർത്താവിൻ്റെ വെളിപ്പാട്. 1ാമത്തെ പദം ഹിസ് കമ്മിങ്. 2 യേശു കർത്താവിൻ്റെ വരവിനെ കുറിക്കുവാൻ, ഹിസ് സെക്കൻഡ് കമ്മിങ്ങിനെ കുറിച്ച് പറയുവാൻ ഉപയോഗിക്കുന്ന പദം ഹിസ് റെവലേഷൻ. ഓക്കെ, ഈ റെവലേഷനാണ് ദൈവമക്കളുടെ ആ വലിയ പ്രത്യാശയായിട്ട് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. 1 Corinthians chapter 1. Again, ഇംഗ്ലീഷിൽ, ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. നോക്കുക, പ്രത്യക്ഷത എന്നാൽ ഇംഗ്ലീഷിൽ ശ്രദ്ധിച്ചേ. So that you are not lacking in any gift as you wait for the revealing of our Lord Jesus Christ. വെളിപ്പാട്, റിവീലിംഗ്. നമുക്കിങ്ങനെ വായിക്കാൻ കഴിയും. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട് കാത്തിരിക്കുന്നു. വെളിപ്പാട്. അതുവരെ ബിഹൈൻഡ് ദ സീനായിരുന്ന കാര്യം all of a sudden the curtain is removed. അതാ പദം. ഇങ്ങനെ നിങ്ങൾ ആ ഒരു വെളിപ്പാടിനെ കുറിച്ചാണ് തെസ്സലോനിക്കരുടെ 2-ാം ലേഖനം 1-ാം അധ്യായം 6-7 വാക്യങ്ങൾ. ഓക്കെ, മലയാളം വേദപുസ്തകത്തിൽ വ്യത്യസ്തത പുലർത്തിയിട്ടില്ല. പക്ഷെങ്കിൽ നമുക്ക് ആ ഇംഗ്ലീഷും മലയാളവും ഒന്ന് ചേർത്ത് വായിക്കാം. വായിച്ചോളൂ. Since indeed God considers it just to repay with affliction those who afflict you and to grant relief. ശ്രദ്ധിക്കണം. കർത്താവിൻ്റെ വെളിപ്പാടിൽ സംഭവിക്കാൻ പോകുന്ന 2 കാര്യങ്ങൾ സംഭവിക്കും. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കണം ഈ കാര്യം. കാരണം വളരെ കെയർഫുൾ അറ്റൻഷൻ അവിടെ കൊടുക്കണം. കർത്താവിൻ്റെ വെളിപ്പാട്, ആ വെളിപ്പാടിൽ 2 കാര്യങ്ങൾ സംഭവിക്കാൻ പോകുകയാണ്. ഇത് 1 തെസ്സലോനിയൻസ് അല്ല, 2 തെസ്സലോനിയൻ എടുത്തോ. ഓക്കെ, 2 തെസ്സലോനിയൻസ്. കർത്താവായ യേശു അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ വെളിപ്പെട്ട്, അടുത്ത ഇംഗ്ലീഷിലുള്ള നെക്സ്റ്റ് വേഴ്സ് ഒന്ന് വായിച്ചേ. And to grant relief to you who are afflicted, as well as to us, when the Lord Jesus is revealed. When the Lord Jesus is revealed, വെളിപ്പെടുമ്പോൾ, ആ വാക്ക് തന്നെ ഉപയോഗിച്ചേക്കുന്നത്. അതായത് റെവലേഷൻ എന്ന് വെളിപ്പാട് പുസ്തകത്തെ പറഞ്ഞിട്ടില്ലേ, അതേ വാക്ക്. കാരണം റെവലേഷൻ എന്ന് പറയാൻ കാര്യം എന്തെന്നറിയാം, അപ്പോക്കലിപ്സ് എന്ന പദമാണ് ഉപയോഗിച്ചേക്കുന്നത്. അതേ പദമാണ് ഉപയോഗിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിന് വെളിപ്പാട് എന്ന പേരുള്ളത്. ആ പദമാണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. അതായത് അങ്ങനെ വെളിപ്പെടുമ്പോൾ, ഇംഗ്ലീഷും മലയാളവും ആ വാക്യങ്ങൾ തമ്മിൽ അല്പം വ്യത്യസ്തമായിട്ട്. ഓക്കെ, ഒന്ന് ബാക്ക് 6-ാം വാക്യം ഒന്ന് കാണിച്ചോളൂ. God is just. He will pay back trouble to those who trouble you. അപ്പോൾ ആ പ്രത്യക്ഷതയിൽ 2 കാര്യങ്ങൾ സംഭവിക്കും. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? Pay careful attention to this. He will give relief to you who are troubled. Okay. So 2 കാര്യങ്ങൾ സംഭവിക്കും. ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും എന്തോ കൊടുക്കും? പ്രതികാരം കൊടുക്കും. അതിന് മുകളിൽ പ്രീവിയസ് സ്ലൈഡ് ഒന്ന് കാണിച്ചേ. ഓക്കെ, കർത്താവായ ശക്തിയുള്ള ദൂതന്മാരെ സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ട്, അടുത്തത് ദൈവത്തെ അറിയാത്തവർക്ക് എന്തോ കൊടുക്കും? പ്രതികാരം കൊടുക്കുമ്പോൾ. എപ്പോഴാണ് പ്രതികാരം കൊടുക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി വെളിപ്പെടുമ്പോൾ. ക്ലിയർ അല്ലേ? അത് എന്തോ കൊടുക്കും? പ്രതികാരം കൊടുക്കും. സുവിശേഷം അനുസരിക്കാത്തവർക്ക് പ്രതികാരം കൊടുക്കുമ്പോൾ, അപ്പോൾ പ്രതികാരം കൊടുക്കുമ്പോൾ അടുത്തത് നമുക്കെന്തോ കിട്ടാൻ പോകുന്നേ? നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും, സോ ഹിസ് കർത്താവിൻ്റെ വെളിപ്പാട്, ആ വെളിപ്പാട് 2 കാര്യം അവിടെ സംഭവിക്കും. There will be judgment upon everyone who do not obey the gospel. സുവിശേഷം അനുസരിക്കാത്തവർക്ക് എന്ത് കിട്ടും? പ്രതികാരം. എന്നാൽ നിങ്ങൾക്കെന്തോ കിട്ടും? നമുക്കെന്നാ കിട്ടാൻ പോകുന്നേ? ആശ്വാസം കിട്ടും.
അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കാര്യം പറയുന്നത് കൊണ്ടാണ് കർത്താവിൻ്റെ വരവെന്നുള്ളത്, അതിനെക്കുറിച്ച് തീത്തോസിൻ്റെ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുന്നത് നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശയാണ്. ബ്ലസ്സഡ് ഹോപ്പ് അല്ലേ? ബ്ലസ്സഡ് ഹോപ്പ്, ഭാഗ്യകരമായ പ്രത്യാശ. അതിൻ്റെ കാര്യം എന്നാ? രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, പീഡ അനുഭവിക്കുന്നവർക്ക് ആശ്വാസം. മറ്റൊന്ന്, പീഡിപ്പിക്കുന്നവർക്ക് പീഡ. ജസ്റ്റ് പണിഷ്മെൻറ്റ് അപ്പോൺ എവ്രി വൺ ഹു ഡു നോട്ട് ഒബേ ദ ഗോസ്പൽ. 1 പത്രോസ് 4:13 വാക്യം, 4:13. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വേദപുസ്തകത്തിലെ വാക്യങ്ങൾ മാത്രം പറഞ്ഞു പോകുകയാണ്. ഓക്കെ. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിക്കുവാൻ ഇടവരും. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ വെളിപ്പാടിൽ ഉല്ലസിച്ചാനന്ദിപ്പാനിടവരും. But rejoice in as much as you participate in the sufferings of Christ, so that you may be overjoyed when his glory is revealed. Again, ആ പദവാ വെളിപ്പാട്. അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ വെളിപ്പാടിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും. അപ്പോൾ ആ രണ്ട് പദങ്ങൾ, ഒന്ന് ഹിസ് കമ്മിങ്, രണ്ട് കർത്താവിൻ്റെ വെളിപ്പാട്. ഇത് ദൈവവചനത്തിൽ ഉടനീളം നമ്മൾ വായിക്കുന്നുണ്ട്. 1 പത്രോസ് 1:13, 1 Peter 1:13. ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി യേശു ക്രിസ്തുവിൻ്റെ, മലയാളത്തിൽ പ്രത്യക്ഷത എന്ന് പറഞ്ഞിരിക്കുന്നു, അതിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ. എന്നാൽ ഇംഗ്ലീഷിൽ ശ്രദ്ധിച്ച്, therefore with minds that are alert and fully sober, set your hope on the grace to be brought to you when Jesus Christ is revealed. Revelation. Revealed at his coming. He will be revealed. ഈ ഒരു ഞാനൊരു വേദഭാഗം വായിച്ച് അവസാനിപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുക. അപ്പോൾ കർത്താവിൻ്റെ റെവലേഷനിൽ, കർത്താവിൻ്റെ വെളിപ്പാടിൽ അവൻ്റെ തേജസ് വെളിപ്പെടാനായിട്ട് പോകുക. അതുകൊണ്ട് പൗളിന് തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ 2 തെസ്സലോനിക്കറിൽ അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ അവസാന ഭാഗത്ത് പോൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അതുകൊണ്ട് ക്രിസ്തു നിങ്ങളിൽ മഹത്വപ്പെടണം. സോ തൻ്റെ വിശുദ്ധന്മാരിൽ കർത്താവ് വെളിപ്പെടും ഒരു ദിവസം എന്ന് മുകളിൽ പറയുന്നുണ്ട്. ഹിസ് ഗ്ലോറി വിൽ ബി റിവീൽഡ്. എന്നാൽ അതുകൊണ്ട് ഇന്ന് ക്രിസ്തു നിങ്ങളിൽ മഹത്വപ്പെടണം. ക്രിസ്തുവിൻ്റെ തേജസ് നിങ്ങളിൽ വെളിപ്പെടണം. ഓക്കെ, ഇനി ഒരു വേദഭാഗം കൂടെ നമുക്ക്, ഒരു പദപ്രയോഗം കൂടെ നമുക്ക് പെട്ടെന്നൊന്ന് വായിപ്പാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. അവിടെ 2 തെസ്സലോനിക്കർ 2:8 നേരത്തെ നമ്മൾ വായിച്ച ഒരു വേദഭാഗമാണ്. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ഉള്ള, അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. പക്ഷെങ്കിൽ ഓക്കെ, അവനെ കർത്താവായ യേശു തൻ്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ, അവിടെ നമ്മൾ വായിക്കുന്നത് ഓവർത്രോ വിത്ത് ദ ബ്രെത്ത് ഓഫ് ഹിസ് മൗത്ത് ആൻഡ് ഡിസ്ട്രോയ് ബൈ ദ സ്പ്ലെൻഡർ ഓഫ് ഹിസ് കമ്മിങ്. സ്പ്ലെൻഡർ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ വേദഭാഗം കർത്താവിൻ്റെ ആ എന്താ പറയുന്നേ,
ആ വാക്കിൻ്റെ അർത്ഥം എപ്പിഫാനിയ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം ഇരുട്ടിൽ നിന്ന് പ്രകാശം ഉദിച്ചു വരുന്ന ആ കാര്യത്തെക്കുറിച്ച് ആ ഒരു ആശയമാണ്. ഈ ആശയം വെളിപ്പെടുത്തുന്ന ഒരു വേദഭാഗം മലയാളം വേദപുസ്തകത്തിൽ കൃത്യമായിട്ടുണ്ട്. അത് തീത്തോസിൻ്റെ ലേഖനത്തിലാണ്. തീത്തോസിൻ്റെ ലേഖനം അതിൻ്റെ 2-ാമത്തെ അധ്യായം അതിൻ്റെ 11-12 സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. എപ്പിഫനി, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്ന് പറഞ്ഞാൽ ഇരുണ്ട ഒരു രാത്രിയിൽ ഉദയനക്ഷത്രം, ആ മോർണിംഗ് സ്റ്റാർ ഉദിക്കുന്നത് പോലെ അതേ അർത്ഥമാണ്. വെളിച്ചമില്ലാതിരുന്ന ഒരു രാത്രിയിൽ പെട്ടെന്ന് ഉദിച്ചു വരിക, കിഴക്ക് നിന്ന് അതേ തുടർന്ന് സൂര്യൻ ഉദിച്ചു വരുന്നു. അതേ പദം ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഉദയം ദൈവകൃപ ഉദിച്ചുവല്ലോ. അടുത്തത് എന്താ? 11-ാം വാക്യം, 12-ാം വാക്യം. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും. എന്നാൽ ആ ഉദയം ഒരിക്കൽ സംഭവിച്ചു. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഒരിക്കൽ ഉദിച്ചു. എന്നാൽ നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടു. സോ വാട്ട് ഈസ് അവർ ബ്ലെസ്സഡ് ഹോപ്പ്? എന്താ ഈ ബ്ലെസ്സഡ് ഹോപ്പ്? ബ്ലെസ്സഡ് ഹോപ്പ് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷത. എപ്പിഫാനിയ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ ഈ മലയാളത്തിൽ പ്രത്യക്ഷത എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെങ്കിൽ ഇംഗ്ലീഷിൽ അടുത്ത വാക്യം 13. The blessed hope, the appearing of the glory of our great God and Savior. The appearing. നോക്കുക, അതുവരെ ആ ഇരുണ്ട ആകാശത്ത് നിന്ന് ആ വെളിച്ചം വീശുന്നത് പോലെ കർത്താവിൻ്റെ ആ പ്രത്യക്ഷത. പ്രിയപ്പെട്ടവരെ, ഒരു വേദഭാഗം കൂടെ വായിച്ച് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാനാണ് താല്പര്യപ്പെടുന്നത്. അപ്പോസ്തലനാണ് പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം. ഈ ലേഖനങ്ങളെല്ലാം എഴുതുന്നത് വലിയ കഷ്ടതയിലും പ്രയാസത്തിലും പ്രതികൂലങ്ങളിലും കടന്നു പോകുന്ന ദൈവമക്കളുടെ മനസ്സിനെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എഴുതുന്നത്. പത്രോസിൻ്റെ 2 Peter chapter 1, പത്രോസിൻ്റെ 2-ാമത്തെ ലേഖനം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ട് അതിനകത്ത് കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പത്രോസ് വിശദീകരിക്കുന്നത്. എല്ലാ അധ്യായത്തിലും നമുക്കത് കാണാനായിട്ട് കഴിയും. 2-ാമത്തെ അധ്യായത്തിൽ കള്ളപ്രവാചകന്മാരെ ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടാകും, അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് ആ കാര്യമൊക്കെ പറയുന്നു. എന്നാൽ ദൈവമക്കൾ അതിൽ നിന്ന് എങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാനായിട്ട് പറ്റും? അതിന് അപ്പോസ്തലൻ അവിടെ പറയുന്ന ഒരു കാര്യം, അതിൻ്റെ 16 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല. നോക്കുക, അപ്പോൾ പത്രോസ് പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശക്തിയും, കർത്താവായ യേശുക്രിസ്തു, കാരണം പത്രോസ് ഇവിടെ എഴുതുന്നത് ഹീസ് ഗോഡ്, അവിടുന്ന് സമ്പൂർണമായും ദൈവമാകുന്നു എന്ന ആ വ്യക്തമാകുന്ന ബോധ്യത്തിലാണ് താൻ എഴുതുന്നത്. 1-ാമത്തെ വാക്യം തൊട്ടതാണ് നമ്മൾ ശ്രദ്ധിച്ച് അത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. അത് പറഞ്ഞിട്ട് പറയുകയാണ്, ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശക്തിയും, ഹൗ പവർഫുൾ ഹി ഈസ്,
2, അവിടുത്തെ പ്രത്യക്ഷതയും, about the coming of our Lord Jesus Christ in power. ഇവിടെ ഉപയോഗിച്ചത് പറൂസിയ എന്ന വാക്കാണ്. ആ കർത്താവിൻ്റെ ആ വരവ്, അവിടുത്തെ അതെത്ര തേജസ്സോടുകൂടെ ആയിരിക്കും എന്നുള്ളത് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത് പറഞ്ഞത് ക്ലെവർലി ഡിവൈസ്ഡ് സ്റ്റോറീസ് അല്ല എന്ന് പറയാൻ കാര്യം എന്നാ? അതിന് കാരണം ഞങ്ങൾ 2 സാക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങളോട് പറയുന്നത്. എന്താണ് ആ 2 സാക്ഷ്യങ്ങൾ? ഒന്നാമത്തെ സാക്ഷ്യം ഞങ്ങൾ പറയുന്ന സാക്ഷ്യമാണ്. എന്തുകൊണ്ടാണ് ഞങ്ങൾ പറയുന്ന സാക്ഷ്യമെന്ന് പത്രോസ് പറയുന്നത്? 17-ാമത്തെ വാക്യം, 17-ാം വാക്യം. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിൽ നിന്ന് വന്നപ്പോൾ. ഇത് ഏതിനെക്കുറിച്ചാണ് പത്രോസ് റെഫർ ചെയ്യുന്നത്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നെന്ന് 3 പ്രാവശ്യം വിശേഷങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് കർത്താവിൻ്റെ സ്നാനത്തിങ്കൽ, മറ്റൊന്ന് പെരുന്നാളിന് വന്നപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൽ ഇടിമുഴങ്ങിയതാണെന്ന് അവർ പറഞ്ഞു. ഓക്കെ, മറ്റൊന്ന് എപ്പോഴാണ് സംഭവിച്ചതെന്നറിയാം? എപ്പോഴാണെന്നറിയാം? മറുരൂപമലയിൽ മറ്റേ 2 സന്ദർഭങ്ങളിലുമുള്ളതുപോലെ അല്ല സംഭവിച്ചത്. അറിയാമല്ലോ, സ്നാനപ്പെട്ടപ്പോൾ യോഹന്നാൻ്റെ കൈക്കീഴിൽ നമ്മളെപ്പോലെ ഒരു മനുഷ്യനായിട്ട്, എല്ലാവരും ഒരു മനുഷ്യനായി മാത്രം മനസ്സിലാക്കുവാൻ കഴിയുന്ന കർത്താവ്. അപ്പോൾ അവിടെ നമുക്കറിയാം, പരിശുദ്ധാത്മാവ് പ്രാവ് എന്ന പോലെ വരുന്നു സ്വർഗത്തിൽ നിന്ന്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതുവരെ ഒരു ശുശ്രൂഷയും ചെയ്തിട്ടില്ല, ശുശ്രൂഷ ആരംഭിക്കാൻ പോകുന്നേ ഉള്ളൂ. സോ ഹിസ് അൺനോൺ ലൈഫ് ഓഫ് അബൌട്ട് 30 years when he was engaged in his day-to-day work, that life was pleasing to the Father. കേട്ടോ, അതുവരെ ഒരു ശുശ്രൂഷയും ചെയ്തിട്ടില്ല. ഓക്കെ, ഒരു പ്രസംഗവും ചെയ്തിട്ടില്ല, ശിഷ്യന്മാരെ വിളിച്ചിട്ടില്ല, ഒന്നുമില്ല അതുവരെ. എന്നാൽ ആ ഏകദേശ 30 വർഷങ്ങൾ ആരും അറിയാത്ത, ആർക്കും 12-ാമത്തെ വയസ്സിലെ ഒരു സംഭവം ഒഴിച്ചാൽ വേറൊന്നും നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നില്ല. സ്വർഗത്തിലെ അപ്പച്ചൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം പ്രസാദിക്കാൻ നമ്മൾ വലിയ പ്രസംഗമൊന്നും ചെയ്യുന്നതുകൊണ്ടൊന്നുമല്ല. പ്രസംഗിക്കുന്ന എത്ര പേരിൽ ദൈവം പ്രസാദിക്കുമെന്നുള്ളത് എനിക്കറിയില്ല. പ്രത്യേകിച്ച് ദൈവവചനത്തെ വളച്ചൊടിച്ച് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചാൽ. എനിവേ, അത് നിൽക്കട്ടെ. എന്നാൽ കർത്താവിനെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിലും നമ്മൾ വായിക്കുന്ന, അവർ കേട്ടു ഇടിമുഴങ്ങിയതാണെന്ന് പറഞ്ഞു. ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. എന്നാൽ വേറൊരു സന്ദർഭത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവ് തൻ്റെ ആ ഇന്നർ സർക്കിളിലുള്ള 3 ശിഷ്യന്മാരെയും കൂട്ടി ആ ഉയർന്നൊരു മലയിലേക്ക് കടന്നുപോയി. അവരുടെ മുൻപാകെ കർത്താവ് എന്ത് ചെയ്തെന്നറിയാമോ? രൂപാന്തരപ്പെട്ടു. മെറ്റാമോർഫേയോ എന്ന പദമാണ് ഉപയോഗിച്ചിരുന്നത്. മെറ്റാമോർഫേയോ എന്ന പദം കംപ്ലീറ്റ് ചേഞ്ച് ഫ്രം വിത്തിൻ. ആ പദമാണ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീനെന്ന് പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ വന്ന് കൈയടിച്ചേച്ച് പോകാനൊക്കെ
എളുപ്പമാ. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നത് ഇറ്റ് ഈസ് ഫ്രം വിത്തിൻ. ആ അർത്ഥമാ. മെറ്റാമോർഫയോ എന്ന പദം രൂപാന്തരപ്പെടുന്നു. അതേ പദം ഒരു പ്രാവശ്യം കൂടെ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് 2 കൊരിന്ത്യർ 3:18 കർത്താവ് ആത്മാവാകുന്നു, നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. കർത്താവിൻ്റെ വരവിലെ കാര്യമല്ല പറഞ്ഞേക്കുന്നത്, രൂപാന്തരപ്പെടുന്നു ഫ്രം വിത്തിൻ. ഫ്രം വിത്തിൻ. ഒരു 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 പുഴുവ്, ഒരു പുഴു, അതിന് കുറച്ച് കഴിഞ്ഞപ്പം മനോഹരമാകുന്ന കൊച്ചു ചിറകുകൾ വരാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പം ആ തോട് പൊട്ടിച്ച് വെളിയിലോട്ട് വന്നു. മനോഹരമാകുന്ന ചിറകുകളുള്ള ഒരു ചിത്രശലഭമായിട്ട് രൂപാന്തരപ്പെടുന്നതിന് ഉപയോഗിക്കുന്ന അതേ പദ. അത് കേവലം പുറമേ ഉള്ളതല്ല, ഫ്രം വിത്തിൻ. കംപ്ലീറ്റ് ചേഞ്ച്. അതുപോലെ ശിഷ്യന്മാരുടെ മുൻപാകെ കർത്താവ് എന്ത് ചെയ്തു? രൂപാന്തരപ്പെട്ടു. അവിടുത്തെ ആ വസ്ത്രം ഒരലക്കുകാരനും അലക്കി വെളുപ്പിപ്പാൻ കഴിയാത്തതുപോലെ അത്ര തേജസ്സുള്ളതായിരുന്നു. ശിഷ്യന്മാരെന്തോ പറ്റി? അവർ മരിച്ചവരെ പോലെയായി. കർത്താവിൻ്റെ ആ തേജസ്, ആ രൂപാന്തരീകരണം ഉണ്ടായി കഴിഞ്ഞപ്പം ഇതിനെക്കുറിച്ചാണ് പത്രോസ് പറയുന്നത്. ഏത്? ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികൾ. അപ്പോൾ ഒന്നാമത്തെ സാക്ഷ്യം എന്താ? ഞങ്ങൾ മറൂപമലയിൽ കണ്ടു. അത് വരാൻ പോകുന്ന തേജസ്സിൻ്റെ ഒരു ട്രെയിലറായിരുന്നു. അതാ അവർ പറഞ്ഞത്. ഞങ്ങൾ കണ്ടു, ഞങ്ങൾ മറൂപമലയിൽ അവൻ്റെ തേജസ് കണ്ടു, അവൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ് ഞങ്ങൾ. ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം എന്താ? അതോടെ വായിച്ചോ, ഞാൻ അവസാനിപ്പിക്കുക. സെക്കൻഡ് വിറ്റ്നസ്. 2 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം. പ്രവാചകവാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. പ്രവാചകവാക്യം എന്ന് പറഞ്ഞാൽ എന്താ? തിരുവെഴുത്ത്. അതുകൊണ്ട് ആ താഴോട്ട് പറയുന്നത് തിരുവെഴുത്തിലെ പ്രവചനം ഒന്നും സ്വയമായ, നിങ്ങൾ കണ്ടില്ലേ ആ വാക്യം? പ്രവചനം ഒരിക്കലും അത് സ്ഥിരമാ. അത് അപ്പോൾ പ്രവാചകവാക്യം എന്ന് പറഞ്ഞാൽ ഏതിനെക്കുറിച്ചാണ് പറഞ്ഞേക്കുന്നതെന്ന് അറിയാമോ? തിരുവെഴുത്തിനെ കുറിച്ചാണ്. ഓക്കെ. അപ്പോൾ 2 സാക്ഷികളെ പത്രോസ് ഹാജരാക്കുക കർത്താവിൻ്റെ വരവിനെ കുറിച്ച്. ഒന്ന്, ഞങ്ങൾ മറൂപമലയിൽ അവൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ്. ആ കർത്താവിനുണ്ടായ വ്യത്യാസം അവിടുത്തെ മടങ്ങി വരവിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് എന്നാണ് പത്രോസ് ഇവിടെ പറയുന്നത്. 2, പ്രവാചകവാക്യം എന്ന് പറഞ്ഞാൽ പഴയ നിയമ തിരുവെഴുത്തും പ്രവചിക്കുന്നുണ്ട് കർത്താവിൻ്റെ വരവ്. അതാണ് പ്രവാചകവാക്യം. അധികം സ്ഥിരമായിട്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രവാചകവാക്യത്തെ എന്തോ ചെയ്യണം? 19-ാം വാക്യം. പ്രവാചകവാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ. ശ്രദ്ധിക്കണം. ഈ പ്രവാചകവാക്യത്തെ, ഏത് പ്രവാചകവാക്യത്തെ? ഇതിനെ എന്നുവരെ കരുതിക്കൊള്ളണം? അവൻ്റെ പ്രത്യക്ഷത വരെ. മനസ്സിലാവുന്നുണ്ടോ? പ്രത്യക്ഷത പറഞ്ഞു വെച്ചു. ഭയങ്കര വലിയ വലിയ ലോക സംഭവങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളെ ഇവിടെ അമ്പരപ്പിച്ച്, കായെ തുടങ്ങി കായിൽ അവസാനിപ്പിച്ച് അടിച്ച് പൊളിച്ച്. അതല്ല. എന്നെ പ്രസംഗമായിരുന്നില്ലേ? അയ്യോ, അതാണോ പറഞ്ഞേക്കുന്നത്? നോ. പ്രവാചകവാക്യം ഞങ്ങൾ മഹിമ കണ്ട സാക്ഷികളാ. ഞങ്ങൾ കണ്ടതാ
കാണാത്തതല്ല, നിർമ്മിത കഥയല്ല ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞത് ശരിക്കുള്ള കാര്യമാണ്. ഞങ്ങൾ മഹിമ കണ്ടു. വി ബിഹെൽഡ് ഹിസ് ഗ്ലോറി. ഞങ്ങൾ എന്താണെന്ന് ഞങ്ങളുടെ ഈ കണ്ണിനാൽ കണ്ടു. യോഹന്നാൻ അതല്ലേ പറയുന്നത്? ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടത്, ഞങ്ങളുടെ കൈ തൊട്ടത് ഞങ്ങൾ കണ്ടു. അതുകൊണ്ട് ആ പ്രവാചകവാക്യത്തെ, ഏത് പ്രവാചകവാക്യത്തെ? ഈ പ്രവാചകവാക്യത്തെ. ഇത് സ്ഥിരമായ പ്രവാചകവാക്യ. ഇതിനെ എങ്ങനെയാണ് പ്രമാണിക്കേണ്ടത്? ഇരുണ്ട സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ഈ വേൾഡ് ഇരുണ്ട കേട്ടോ. ഇന്ത്യയിലും ഇരുള, ഓസ്ട്രേലിയയിൽ ഇരുളാണോ? ഇവിടെ ഇച്ചിരി കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ പലതും ഇപ്പം നമുക്ക് എക്സ്പ്ലിസിറ്റായിട്ട് പ്രസംഗിക്കാൻ പറ്റാത്ത ഗതികേടില്ല. റൈറ്റ് വയലേഷനായിപ്പോവും ഇല്ലേ? ഞാൻ വിശദീകരിക്കുന്നില്ല. ബട്ട് ദിസ് വേർഡ് ഡസൻറ്റ് ചേഞ്ച് വെദർ യു ആർ ഇൻ ഇന്ത്യ or in Australia. Children, listen to me. This word will never change. This will not change. ഇത് സ്ഥിരമായിട്ടുള്ളതാണ്. ഇതെന്തിനാണെന്നറിയാമോ? ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്കാണ്. ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് എന്തിനാണെന്നറിയാമോ? സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവും. There are many pitfalls along the way here. Okay? There are many pitfalls here. Don't let your foot slip into those. അത് വീഴരുത് കേട്ടോ, അത് വീഴരുത്. ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതണം. കാര്യം എന്നാണെന്നറിയാമോ? കർത്താവ് വരുന്നു, കർത്താവ് വരുന്നു. മാരാനാഥ, കം ലോർഡ് ജീസസ്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഒരുമിച്ച് ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥനയോടെ തലകളെ വണക്കാം. പ്രിയ അച്ചായൻ കർത്താവിൻ്റെ ഭൃത്യൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കും.